അതുകൊണ്ട് മനുഷ്യജീവിതം എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിഞ്ഞില്ല വെച്ചാൽ നാശം വരും എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളേ? ആ അർത്ഥത്തിൽ ഇത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇതതുകൊണ്ട് ഉപനിഷത്താരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, പക്ഷേ ഇത് ഗൗരവം മനസ്സിലാക്കി ജീവിക്കാൻ പറയുന്നതാണ്. ഒന്നും കുട്ടിക്കളിയല്ല നമ്മുടെ ജീവിതത്തിൽ, ഒന്നും. വേണം, ധർമാചരണത്തിലൂടെ വേണം നമ്മൾ വേദാന്തത്തിൽ വരിക. ഇതൊക്കെ ധർമാചരണത്തിൻ്റെ ഭാഗമാണ്. ശരി. കാളി കരാളി ച മനോജവാച സുലോഹിത യാച സുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചി ച ദേവി ലേലായമാന ഇതി സപ്തജിഹ്വാഃ ഏതേഷു യശ്ചരത്തെ ഭ്രാജമാനേഷു യഥാ കാലം ചാഹുതയോ ഹ്യാദദായൻ തം നയന്ത്യേതാ സൂര്യസ്യ രശ്മയോ യത്ര ദേവാനാം പതിരേകോധിവാസഃ. കാളി കരാളി ച മനോജവാച സുലോഹിത യാച സുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചി ച ദേവി ലേലായമാന ഇതി സപ്തജിഹ്വാഃ ഏതേഷു യശ്ചരത്തെ ഭ്രാജമാനേഷു യഥാ കാലം ചാഹുതയോ ഹ്യാദദായൻ തം നയന്ത്യേതാഃ സൂര്യസ്യ രശ്മയോ യത്ര ദേവാനാം പതിരേകോധിവാസഃ. കാളി കരാളി മനോജവ സുലോഹിത സുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചി. ഇതെല്ലാം ദേവീഭാവങ്ങളാണ്. 7 ദേവിമാർ. ദേവീ ശബ്ദം ഓരോന്നിനോട് കൂടെയും ചേർക്കാം. കാളീദേവി, കരാളീദേവി, മനോജവാദേവി, സുലോഹിതാദേവി, സുധൂമ്രവർണാദേവി, സ്ഫുലിംഗിനി ദേവി, വിശ്വരുചി ദേവി. ഈ 7 ദേവിമാരും അഗ്നിയുടെ നാവുകളാണ്. ശരിക്കും ഇതിൽ പലതും നമുക്ക് കാണാൻ പറ്റും. എല്ലാ 7 ഒക്കെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത്രയും വിദ്വാൻമാർക്ക് കാണാൻ കഴിഞ്ഞേക്കാം. അതുപോലെ ചെയ്യണതും അതുപോലെ ആവണം. ഇന്ന് ഹോമം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹോമം ചെയ്തിട്ട് അടുത്ത സ്ഥലത്തെ ഹോമം ചെയ്യണം, അത് കഴിഞ്ഞ് അപ്പുറത്തെ ഹോമം ചെയ്യണം. 3 കൂടി കഴിഞ്ഞാൽ 9,000 ചില്ലാൻ്റെ ദക്ഷിണയായി. ഇന്ന് അതാക്കിയിട്ട് ചകരിയും കൂട്ടി മരവും കൂട്ടി ദയ്യം ഒഴിച്ച് ഉടനെ വണ്ടി സ്റ്റാർട്ടാക്കി അടുത്ത സ്ഥലത്ത് പോയി അവിടുന്ന് ഹോമം ചെയ്ത് പോകുമ്പം കാളിയും ഉണ്ടാവില്ല, കരാളിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അതിൻ്റെ വിധിപ്രകാരം വിഹിതമായ രീതിയിൽ ശ്രദ്ധയോടുകൂടി ചയനം ചെയ്ത് ഹോമിക്കുമ്പോൾ ഈ നാവുകൾ പ്രത്യേകം പ്രത്യേകം കാണും. ഓരോ നാവും അഗ്നിയുടെ പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. ഹോമകുണ്ടത്തിലേക്ക് നോക്കിയാൽ ആർക്ക് തിരിച്ചറിയാൻ പറ്റും? തിരിച്ചറിയണവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഓരോ മേഖലയിലും അങ്ങനെയല്ലേ? ഓരോ മേഖലയിലും അങ്ങനെയാണ്. ഏതേഷു ഇത് സപ്തജിഹ്വാഹ, ഇങ്ങനെ അഗ്നിയുടെ 7 നാവുകൾ. ജിഹ്വാഹ, നാവുകൾ. എങ്ങനെയുള്ള നാവുകൾ? ലേലായമാനോ, ഇളകിക്കളിക്കുന്ന നാവുകളാണ്, ചേഷ്ടിക്കുന്ന നാവുകൾ. എന്തിനാ ചേഷ്ടിക്കണത്? തരൂ തരൂ എന്നാണ്, തരൂ തരൂ എന്നാണ് ചേഷ്ടിക്കണത്. അപ്പോൾ കൊടുക്കണം. അത് കഴിഞ്ഞ് ശാന്തമായി മതി, കഴിഞ്ഞു, ഇന്ന് ഇത്രയേ തരുള്ളൂ പറഞ്ഞിട്ട് നിർത്താൻ കഴിയണം. അടങ്ങിയിരിക്കുക അവിടെ എന്ന് പറഞ്ഞിട്ട് ശാന്തമാക്കുക.
അല്ലാണ്ട് അഗ്നി ചോദിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് കൊടുക്കാൻ പറ്റുമോ? അതില്ല. ഒരു പരിധി എത്തി നമ്മൾ ഇന്ന് സങ്കല്പിച്ച് കഴിഞ്ഞ് നിർത്തി പിന്നെ എന്ന് പറഞ്ഞ് നിർത്താം. അതാണ് ഏതേഷു ഭ്രാജമാനേഷു, അങ്ങേയറ്റം ശോഭിക്കുന്ന ഇവയിൽ, ഭ്രസ്ജ് ദീപ്തൗ എന്നാണ് ധാതു. അപ്പോൾ ഭ്രാജമാനം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ശോഭായമാനമായ, പ്രകാശിക്കുന്ന, നല്ല ജ്വലിക്കുന്ന ഇവയിൽ യഹാചരതേ, യാതൊരുവൻ ചരിക്കുന്നുവോ, യാതൊരുവൻ ആചരിക്കുന്നുവോ. എങ്ങനെ? ഹവിസുകളെ സമർപ്പിച്ചുകൊണ്ട്, ഹവ്യങ്ങളെ നൽകിക്കൊണ്ട്, ആഹുതികളെ നൽകിക്കൊണ്ട് ആരാചരിക്കുന്നുവോ, യഥാകാലം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യഥാകാലമാണ്. നാവ് ചോദിക്കുമ്പോൾ മണം കൊടുക്കുക. നമ്മളതും അങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴാണ് ഭക്ഷണം കഴിക്കണ്ടേ? വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നല്ല സമയത്ത് ഭക്ഷണം കഴിക്കണം. സമയത്ത് ഭക്ഷണം കഴിക്കണം പലരും വിചാരിക്കണം എന്താ വെച്ചാൽ, സ്വാമി സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, 8:30 ആയിട്ടോ, അല്ലെങ്കിൽ 1 മണിയായി, ഭക്ഷണം കഴിക്കാൻ വൈകിപ്പോയി. ക്ലോക്കിലുള്ള സമയമല്ല ഭക്ഷണം കഴിക്കേണ്ട സമയം. ക്ലോക്ക് നോക്കി ഭക്ഷണം കഴിക്കാൻ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ നമ്മൾ രോഗികളായി. വേറെ ഒരു ജന്തുക്കളും അങ്ങനെ ചെയ്യില്ല. ചെയ്യോ? ഇല്ല. കഴിഞ്ഞ ദിവസം രസകരമായൊരു കാഴ്ച കണ്ടു. രസകരമായൊരു കാഴ്ച. ഞാൻ നോക്കി നിന്നു കുറേ നേരം. വലിയൊരു പെരുമ്പാമ്പ്, വലിയ പെരുമ്പാമ്പ്. ആ പെരുമ്പാമ്പിന് തീറ്റയായിട്ട് ഇട്ട് കൊടുത്ത എലി. മനസ്സിലായല്ലോ? ഈ എലി പെരുമ്പാമ്പിൻ്റെ മുഖത്തൊക്കെ അങ്ങനെ നക്കിയിരിക്കുക. പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് വിശക്കണില്ല. മൂപ്പരെ വയറ് വീർത്തിട്ടുണ്ട്, കണ്ടറിയാം വിശക്കില്ല. ഈ സാധനം എന്ത് അതിൻ്റെ മുഖത്ത് കൂടെ ചാടി കളിച്ച് നോക്കി നിന്ന് നമ്മളായിട്ടാണെങ്കിലോ വയറൊക്കെ മതി നിറഞ്ഞു, മൂക്കറ്റ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരാളൊരു ജിലേബി തരുന്നത്, അല്ലെങ്കിൽ ഒരു യാഗിരി തരുന്നത്, ഒരു ലഡു തരുന്നത്. അതും കൂടി കിടക്കട്ടെ പറഞ്ഞാൽ അതും കൂടി കഴിക്കും. അതാണ് നമ്മളും മറ്റ് ജന്തുക്കളുള്ള വ്യത്യാസം. അവർ സമയത്തിനേ ഭക്ഷണം കഴിക്കുള്ളൂ. വിശന്നാൽ മാത്രമേ കഴിക്കുള്ളൂ. അതേ ദിവസം അതേ യാത്രയിൽ ഇതൊരു ഇവിടെ ബാംഗ്ലൂർ ബെന്നർഘട്ട ബയോളജിക്കൽ പാർക്കിൽ കണ്ട കാഴ്ചയായി പറഞ്ഞത്. അതേ ദിവസം വേറൊന്ന് കണ്ടു. ഒരു മുയലും ഉണ്ട്, സിംഹം ഉണ്ട് ഒരു കൂട്ടിൽ. മുയലിനെ സിംഹത്തിന് തീറ്റ കൊടുത്തതാണ്. സിംഹം നോക്കിയിരിക്കുന്നു, മുയൽ നോക്കിയിരിക്കുന്നു, ഒരു പ്രശ്നമില്ല, രണ്ടാക്കും പ്രശ്നമില്ല. മുയൽ അതിൻ്റെ തീറ്റ തിന്നുന്നുണ്ട്, സിംഹം അങ്ങനെ ശ്വാസവും കഴിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. കാരണം അതിന് വിശക്കണില്ല. വിശന്ന അപ്പം കൊന്നു. ഇത്രയും ഒരു ഇഷ്ടവിഭവം മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സിംഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഭോജ്യമാണ് മുയൽ. അതാണ് മുമ്പിലുള്ളത്. ഒരു പ്രശ്നവും മൂപ്പർക്കില്ല. വിശന്നിട്ടില്ല, ഉപദ്രവിക്കില്ല, ഉറപ്പ്. വിശന്ന മാത്രമേ കഴിക്കുള്ളൂ. മനുഷ്യൻ്റെ സ്ഥിതി എന്താ? നമ്മൾ ഓരോ ദിവസവും ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടാക്കി എത്ര നശിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിലധികം കഴിച്ചിട്ടല്ലേ നമുക്ക് രോഗങ്ങൾ തന്നെ പലതും വരുന്നത്. അല്ലേന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ എനിക്ക് സിംഹവും മുയലും കണ്ടപ്പോൾ എനിക്ക് അത്ര അത്ഭുതം തോന്നിയില്ല. മറ്റത് ഈ പാവോ എലി ഇങ്ങനെ ഇതിൻ്റെ മുഖമൊക്കെ വായൊക്കെ അങ്ങനെ ആക്കുക. എന്ത് സങ്കല്പവുമായിട്ട് മാത്രം എന്ന് പറഞ്ഞാൽ വിശപ്പതിനില്ല. മനുഷ്യനെ പറ്റി ചിന്തിക്കുമ്പോൾ ചിന്തിച്ചു നോക്കിക്കോളൂ, നല്ലോണം സൂക്ഷ്മമായി ചിന്തിച്ചോളൂ. ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് വരാം. യഥാകാലം, വിശക്കണ സമയത്ത് ഭക്ഷണം കഴിക്കുക. അഗ്നിജ്വാല ആവശ്യപ്പെടുമ്പോൾ ഹവിസ് കൊടുക്കുക. അല്ലാണ്ട് ഇത് കത്തി തീ പിടിക്കുന്നതിന് മുമ്പ് ഒന്നായിട്ടിട്ട് ഓടി വീശി ശരിയാക്കി ദക്ഷിണയും വാങ്ങി ഓടിക്കഴിഞ്ഞാൽ അവൻ്റെ 7 തലമുറ കഴിഞ്ഞു. അതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
അവിടെയും പൂജ കേൾക്കും, അപ്പുറത്തും പൂജ കേൾക്കും, അപ്പുറത്തും പൂജ കേൾക്കും. ഒരു സ്ഥലത്തും പൂജ നടക്കുകയില്ല. അതുകൊണ്ട് ഏതേഷു ഭ്രാജമാനേഷു യശ്ചരതേ യഥാകാലം, കാലത്തിനനുസരിച്ച്. കാലത്തിനനുസരിച്ചെന്ന് പറഞ്ഞാൽ നിത്യാഗ്നിഹോത്രത്തിൽ ചെയ്യേണ്ടത്, ദർശത്തിൽ ചെയ്യേണ്ടത്, പൗർണമാസത്തിൽ ചെയ്യേണ്ടത്, ചാതുർമാസ്യത്തിൽ ചെയ്യേണ്ടത്, അഗ്രായണത്തിൽ ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ കാലത്തും ചെയ്യേണ്ടത് പോലെ യഥാകാലം ആഹുതയ ആദദായൻ, ആഹുതികളെ സമർപ്പിക്കുന്നവൻ. എന്താ അവൻ്റെ ഫലം? തം അവനെ, മറ്റത് 7 തലമുറ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇവൻ്റെ സ്ഥിതി എന്താ? സൂര്യസ്യ രശ്മയ, സൂര്യൻ്റെ രശ്മികൾ തം നയന്തി, അവനെ നയിക്കുന്നു. വരൂ കിട്ടുമോ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാ ഞങ്ങൾ എന്നും പറഞ്ഞ് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞൊരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് അവനെ നല്ല വഴിക്ക് കൊണ്ടുവന്നു. അതാണ്. എങ്ങോട്ടാ കൊണ്ടുപോണത്? എത്ര, യാതൊരിടത്താണോ ദേവാനാം പതിഹി, ദേവന്മാരുടെ പതിയായ ബ്രഹ്മാവ് അധിവസിക്കുന്നത്, ആ ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആനന്ദത്തിൻ്റെ പരാകാഷ്ഠയിലേക്ക് അവനെത്തുന്നു. അവനെ കൊണ്ടുപോവുകയാണ്. സൂര്യരശ്മികൾ അവൻ എടുത്തു കൊണ്ടുപോകും പോരെ, പിന്നെന്ത് വേണം? ഏറ്റവും പരമമായ ബ്രഹ്മലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് അവൻ എത്തിച്ചേരുന്നു. മറ്റവൻ്റെ 7 ലോകം നശിക്കുമെന്ന് പറഞ്ഞു, ഇവന് ബ്രഹ്മലോകം ലഭിക്കുന്നു. അതുകൊണ്ട് ഏറ്റെടുത്ത കർമ്മങ്ങൾ ഏതായാലും, അത് അടിച്ചു വാരുന്നതായാലും തുടയ്ക്കുന്നതായാലും പാകം ചെയ്യുന്നതായാലും ഇന്നതെന്നില്ല, താൻ ഏറ്റെടുത്ത കർമ്മം ഭംഗിയായി ചെയ്യുക. 2 പണിയേ വേണ്ടു. നമ്മളെ പണി ഭംഗിയായി ചെയ്യുക, അവൻ എങ്ങനെ ചെയ്യണോ അവളെങ്ങനെ ചെയ്യണമെന്ന് നോക്കാതിരിക്കുക, എന്നാൽ സ്വസ്ഥമായി ജീവിക്കാം. 2 കാര്യമേ നമ്മൾ ചെയ്യണം. അതെന്താണ്? എന്താ അവൾ പറയണത്? എന്താ അങ്ങനെ ഇരിക്കണം? അല്ലേ, ഇത് നോക്കാതിരിക്കുക. അയാളെ സ്വാതന്ത്ര്യം, അയാൾ എന്തോ ചെയ്യട്ടെ, എനിക്കെന്ത് വേണം? നമ്മളുടെ ഭൂരിഭാഗം എനർജി ഇതിനല്ലേ പോണത്, അല്ല? എന്താ അഭിപ്രായം? അതെ. അതെന്താ അയാളെന്താ അങ്ങനെ, ഇയാളെന്താ അങ്ങനെ, അവളെന്താ അങ്ങനെ? ഓ, കോലം കണ്ടോ? ഓ, മര്യാദയ്ക്ക് ഒരു വസ്ത്രം പോലും ഉടുക്കാണ്ടാ നടക്കണത്. എന്താന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെ? നീ എന്തിനാ നോക്കണത്? അവർക്ക് അവരെ സ്വാതന്ത്ര്യമല്ലേ, അവർ ചെയ്തോട്ടെ, നീ നിൻ്റെ നോക്ക്. ആ തലമുടിയൊക്കെ വെട്ടിയ കോലം കണ്ടോ, അല്ലേ? ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുക. ശ്രദ്ധിച്ചില്ല? നമ്മളെ സമയം മുഴുവൻ പോണത് മറ്റുള്ളവരെ കുറിച്ച് പറയണ്ട. അത് 2 കുഴപ്പമാണ്. ഏത്? ഇങ്ങോട്ടായാലും കുഴപ്പം, അങ്ങോട്ടായാലും കുഴപ്പം. 2 കുഴപ്പം. ഒരാൾ കീറിയതൊക്കെ കൊടുത്ത് പോയിച്ചാൽ അപ്പോഴും പറയും, ഓ ഇല്ല, കീറിയത് കൊടുത്ത് നടക്കണം. അത് അപ്പോഴും അഭിപ്രായം പറയാം. ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ തോന്നൂല. മറ്റൊരു കുറച്ചൊന്ന് പത്രാസായിട്ടൊന്ന് നടന്നാൽ മതി, ഒരു കോട്ടും സൂട്ടൊക്കെ കണ്ടോ നടക്കണത്, ഗ്രാമത്തിലൂടെ ആ സൂട്ടും കൂട്ടും നടക്കണത് എന്ന് പറയും. നിനക്കെന്താ ആവശ്യം? അവൻ എങ്ങനെയോ നടക്കട്ടെ. ദയവ് ചെയ്ത് മറ്റുള്ളവരുടേത് നോക്കാതിരിക്കുക. മറ്റുള്ളവരുടെ നോക്കുന്നത് നിൻ്റെ തൊഴിലാണോ എങ്കിൽ നോക്കണം. ഞാനൊരു മാട്രനാണ്, ഒരു ഹോസ്റ്റലിലെ മാട്രനാണ് അല്ലെങ്കിൽ പാട്രനാണ് എങ്കിൽ ഞാൻ നോക്കണം. അതെ, മേൽനോട്ടം നിൻ്റെ തൊഴിലാണെങ്കിൽ നീ നോക്കണം. അതാണ്, അവിടെയാണ് വേർതിരിവ് ശരിക്കും മനസ്സിലാക്കണം. അല്ലാണ്ട് എൻ്റെ കർത്തവ്യം അല്ലത്. ഒരാൾ അടുത്ത സീറ്റിൽ, ട്രെയിനിൽ തൊട്ടടുത്ത സീറ്റ്, കഴിഞ്ഞ ആഴ്ച അല്ല, അതിന് മുമ്പത്തെ ആഴ്ചയാണ്, ഈ മാസമാണ്. സ്വാമി, ഞാൻ കുറച്ച് മദ്യപിച്ചതിൽ സ്വാമിക്ക് വിഷമമുണ്ടോ? എടാ, നീ മദ്യപിച്ച നിനക്കല്ലേ വിഷമം, എനിക്കെന്ത് വിഷമം? സ്വാമിൻ്റെ ഒരു സീറ്റ് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു പ്രയാസം. ഏത്? മാറിയിരിക്കാനും വയ്യ. നീ കുടിച്ചു, നിനക്കല്ലേ പ്രയാസം, എനിക്കെന്ത് പ്രയാസം? എൻ്റെ പണി അവൻ കുടിച്ചോ ഇല്ലയോ നോക്കുക, എൻ്റെ പണി ഞാൻ കുടിച്ചോ ഇല്ലയോ നോക്കുക. എന്തൊരു കഷ്ടം അത്! എന്താ മനസ്സിലാക്കാൻ കഴിയാത്ത?
അതെ, നാറ്റം കൊണ്ട് അടുത്തിരിക്കാൻ കഴിഞ്ഞിട്ട് ഞാനല്ലേ നോക്ക്, ഞാൻ പറയില്ലേ എടാ നിന്നെ വല്ലാതെ നാറുന്നുണ്ട് കേട്ടോ, ഇത് ഞാൻ പറയില്ല. അവരെന്തിനാ ചിന്തിക്കണം? അപ്പം അവൻ്റെ ഉള്ളിൽ ഒരു അപകർഷതാബോധം കിടക്കുകയാണ്. ആ അപകർഷതയിൽ നിന്നാണ് ഇത് വരുന്നത്. ചിന്തിക്കുക. നീ എങ്ങനെയാലും എനിക്കെന്ത് വേണം? ഞാൻ എൻ്റെ കാര്യം നോക്കണം, കഴിഞ്ഞു. നിൻ്റെ നോക്കാൻ എൻ്റെ ചുമതല ഉണ്ടെങ്കിൽ ഞാൻ നോക്കും. കുട്ടിയുടെ പലതും അമ്മ നോക്കേണ്ടി വരും, അച്ഛൻ നോക്കേണ്ടി വരും, ശിഷ്യൻ്റെ പലതും ഗുരു നോക്കേണ്ടി വരും, അത് വേറെ വിഷയം. അപ്പം നമ്മൾ നമ്മുടെ പണി നോക്കുക, വേറുള്ളവരത് നോക്കാതിരിക്കുക. നമ്മുടെ ഊർജ്ജം ഒന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. ഒന്ന് സത്യസന്ധമായിട്ട് ഒരു 24 മണിക്കൂറുള്ള നമ്മുടെ ദിവസത്തിൽ ഏറ്റവും എനർജി പോണത് എന്തിനാന്ന് നോക്കിക്കോളൂ. മറ്റുള്ളവർ നോക്കിയിട്ടാ. പത്നീനെ നോക്കും, പതീനെ നോക്കും. അതിനെന്താ എന്നെ നോക്കാണ്ട് അവളെ നോക്കണത്? ഞാനല്ലേ അവൻ്റെ പത്നി. എടാ അവന് ഓളെ നോക്കണം തോന്നി അവളെ നോക്കിക്കോട്ടെ, നിനക്കെന്ത് വേണം? അവളെ നോക്കിയിട്ട് എന്തോ ഒരു സന്തോഷം അവന് കിട്ടണമെങ്കിൽ നിനക്കെന്ത് വേണം പറ? എന്താ അഭിപ്രായം? എന്താ എന്ത് മനസ്സിലായില്ല? എന്ത് സ്വാർത്ഥ? എന്തോ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അയാൾ നോക്കിക്കോട്ടെ, അയാൾ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. എങ്ങനെയായിരിക്കുന്നത് ഒരു അവസ്ഥയില്ല. ഇത് മറ്റുള്ളവരുടെ കാര്യം നോക്കല്ലേ. നിങ്ങൾക്ക് പോയി ഈ കുടുങ്ങി തന്നെ കിടന്നാൽ മതി. ഈ ചർച്ചയിലേക്ക് വരണ്ട. ഈ കുടുക്ക് മസാലയെ തന്നെ കിടന്നാൽ മതി, നമ്മുടെ ഊർജ്ജം മുഴുവൻ നശിപ്പിച്ചാൽ മതി. കുഴപ്പമില്ല, നമുക്ക് ഈ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള പോലെ കഴിഞ്ഞോളൂ. ഇപ്പോൾ ഉള്ളതുപോലെ പോരാന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ വേദാന്ത പഠനത്തിലേക്ക് വരുന്നത്. അവിടെ നമ്മൾ സ്വതന്ത്രരാവാൻ ശീലിക്കണം. ഞാൻ നിന്നെ വിവാഹം കഴിച്ചു എന്നുള്ളത് കൊണ്ട് നീ എൻ്റെ അടിമയാകുന്നില്ല, ഞാൻ നിൻ്റെയും അടിമയാകുന്നില്ല. എനിക്കും വ്യക്തിത്വമുണ്ട്, നിനക്കും വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താവ് തുടങ്ങിയ പദം ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. പതിയും പത്നിയുമാണ്. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സമ്മതമായിരിക്കാം, സമ്മതമല്ലായിരിക്കാം, അത് ഞാൻ നോക്കുന്നില്ല. അതെൻ്റെ പണിയല്ല. നിങ്ങൾക്ക് സമ്മതമാണോ അല്ലയോ നോക്കാൻ എൻ്റെ പണിയല്ല. എൻ്റെ പണി എൻ്റെ യുക്തിക്കനുസരിച്ചും എൻ്റെ വിശ്വാസത്തിനനുസരിച്ചും ഞാൻ പുലർത്തുന്ന മൂല്യങ്ങൾക്കനുസരിച്ചും സംസാരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് സമ്മതമായിരിക്കാം, അല്ലായിരിക്കാം. കാരണം നമ്മളെ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ഇതൊന്നുമല്ല. ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് സാക്ഷാൽ ബ്രഹ്മദേവനുള്ള ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആര്? അവനവൻ്റെ പണിയെടുക്കുന്നവനെ, മര്യാദയ്ക്ക് എടുക്കുന്നവനെ, മനുഷ്യ ജന്മത്തിൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി എടുക്കുന്നവനെ ബ്രഹ്മലോകത്തിലേക്ക് നയിക്കുന്നു. അല്ലാത്തവനെയോ 7 തലമുറ അവന് നശിച്ചു പോകുന്നു. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. ശ്രദ്ധിക്കുക.